ഭൈരവ ആക്ച്വലി കേരളത്തിൽ റിലീസ് വന്നിട്ട് കുറച്ച് വൈകിയാണ് ചില സെൻറ്റേഴ്സ് ചെയ്തത് ഇവിടുത്തെ ഈ പ്രോബ്ലം കാരണം. ബട്ട് സ്റ്റിൽ ഒരു 4 days കൊണ്ട് ഒരു 100 ക്ലബ്ബ് വരുമെന്ന് പറഞ്ഞൊരു നല്ലൊരു അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ തെറി പോലും പെട്ടെന്ന് ആ 4 days അച്ചീവ്മെൻറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ നോക്കിയാൽ തന്നെ ഇപ്പം വിജയ് ഫാൻസിൻ്റെ ഓൾ കേരള ഹെഡ് ഒരു 3 ദിവസം മുമ്പ് ശ്രീവിശാഖ് തിയേറ്ററിൽ വന്നിരുന്നു. എന്നിട്ട് അതിൻ്റെ സെലിബ്രേഷൻസ് എല്ലാം അവർ നടത്തിയിട്ടാണ് പോയത്. അവർക്ക് തന്നെ ഒരു ഇതാണ്. കാരണം കേരളത്തിലും ചെന്നൈയിലുള്ള അതേ മാർക്കറ്റ് തന്നെ ഇപ്പോൾ കേരളത്തിലും വിജയ് ഫാൻസിനുണ്ട്. ഇപ്പം നോക്കി തന്നെ വിജയ് ഫാൻസ് തന്നെ ഒരു 5 യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ ഗേൾസിൻ്റെ തന്നെ ഒരു യൂണിറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞ ഒരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിരിക്കണം. കാരണം നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പോലും ഇപ്പം ഒരു ഫാൻസ് ഗ്രൂപ്പിന് ഒരു ഗേൾസ് ഫാൻസ് അസോസിയേഷൻ ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു അങ്ങനെ ഒരു ഇത് കാണാൻ വേണ്ടി. പിന്നെ അവരൊരു മൊമെൻറ്റേയും കേക്ക് കട്ടിങ് ഇതേപോലെ സെലിബ്രേഷൻ അവരും നടത്തി മറ്റ് അസോസിയേഷൻ പോലെ. ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. ഇളയ ദളപതി വിജയുടെ 60ാമത്തെ ചിത്രമായ ഭൈരവയുടെ സെലിബ്രേഷനാണ് ഇന്നിവിടെ നടന്നത്. 4 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറി ഒരുപാട് പ്രതിസന്ധികളിലൂടെ 300-ൽ പരം തിയേറ്ററിൽ എത്തുകയും ചെയ്തു. വൻ വിജയം ആയി തീർന്നു. അതിൻ്റെ സെലിബ്രേഷനാണ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കമ്മിറ്റിയായ വിജയ് ഇതയം ഗേൾസ് യൂത്ത് വിംഗ് അസോസിയേഷൻ ഇവിടെ നടത്തിയത്. ശ്രീവിശാഖ് ചേട്ടൻ അതിൽ സഹകരിക്കുകയും ചെയ്തു. നമ്മുടെ വിജയ് ഫാൻസ് ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നുണ്ട്, ഫുഡ് ഡൊണേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനിയും നിരവധി ചാരിറ്റി വർക്ക് ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അത് ചെയ്യുന്നതായിരിക്കും. ഇന്ന് പ്രോഗ്രാമിന് വന്നവരെ നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിശാഖേട്ടന് നന്ദി അർപ്പിക്കുന്നു. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.